നമ്മ ഫൈനലി കങ്കാരപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് വിടാൻ പോകുന്നു. കങ്കാരപ്പെട്ട് സ്റ്റേഷനിൽ നെക്സ്റ്റ് സ്റ്റേഷൻ നമ്മുടെ കൃഷ്ണരാജപുരം. സമയം 8 മണി. അതൊക്കെ രാത്രി വന്ന് ട്രെയിനിൽ കയറി നല്ലോണം ഞാറി രാവിലെ ബാഗ് വന്നിറങ്ങി. കാരണം ഭയങ്കര ടയറിങ്ങായിരുന്നു. You're joking. നമസ്കാരം ഗൈസ്, ഞാൻ ബാംഗ്ലൂരിലെത്തിയിട്ട് ഒന്ന് നടക്കാനിറങ്ങിയതാ പുറത്ത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഒപ്പമുള്ള ഈ ഒച്ചയും ബഹളമൊക്കെ. എൻ്റെ പൊന്നൊന്നും പറയണ്ട ഭായി, ഇത് നമ്മൾ ഡൽഹിയിൽ വന്ന മാതിരി തന്നെ ഉണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഒരു പൊടി ഹ്യൂമിഡിറ്റി എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾക്കിവിടെ AC ഇടേണ്ട ആവശ്യമില്ല, ഒരു കോപ്പ് ഇടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്. വേറൊരു കാര്യം, ഞാനിപ്പോഴും വൈറ്റ് ഫീൽഡിൽ പൊല്യൂഷൻ ഉണ്ട് കേട്ടോ, കുറച്ച് ട്രാഫിക് ഉള്ളതുകൊണ്ട് പൊല്യൂഷനും ഉണ്ട്. പാം താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക് മാറി. ഇവിടെ അത്രയും ഒച്ചയും ബഹളമൊന്നുമില്ല, പക്ഷേ എന്നാലും ഉണ്ട്. ഞാൻ പാമിൻ്റെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാന്ന് ഒച്ചയും ബഹളവും. നമ്മളുടെ നാടിൻ്റെ ആ ട്രാൻസിഷൻ പറയില്ല, നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ നോർത്തിലേക്ക് പോകുന്തോറും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ക്ലീൻലിനെസ് കുറഞ്ഞു പോണു. ബാംഗ്ലൂർ ക്ലീൻ അല്ല എന്നല്ല പറയുന്നത്, ഞാൻ ക്ലീനാണ്, പക്ഷെ എന്നാലും നമ്മുടെ കേരളത്തിൻ്റെ അടുത്തെത്തൂല. മനസ്സിലായില്ലേ? നമ്മ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് പിന്നെ കർണാടക ഇതൊക്കെ എത്തുമ്പോഴത്തേനും നമ്മൾക്ക് ഫീൽ ചെയ്യാം എന്ന് വെച്ചാൽ ആ ക്ലീൻലിനെസ് ഉണ്ടല്ലോ. പിന്നെ എന്താ പറയുക, പച്ചപ്പും ഉണ്ട് ഇവിടെ, പക്ഷേ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പച്ചപ്പല്ല, ഒരു പൊടി പിടിച്ച പച്ചപ്പ് മാതിരി. പിന്നെ മഴ പെയ്താലൊന്നും ശരിയാവും, നമ്മുടെ ഡൽഹിയിലെ മാതിരി തന്നെ ആ സെയിം ഒരു ഇതുമാതിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, കൃഷ്ണരാജപുരം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ കുറച്ചടുത്തായിട്ട് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തിരക്കും ഒച്ചയും വേളം കുറച്ചും കൂടി നമുക്ക് കാണാം. ഈ ഭാഗത്ത് ഇഷ്ടം പോലെ എന്നുവെച്ചാൽ കുറച്ച് ഡെവലപ്പായ ഒരു സ്ഥലമാണ്, പ്രോപ്പർ ഒരു സിറ്റി ലൈഫ് നമ്മൾക്ക് പറയാം. പിന്നെ ഓൾട്ട്, പിന്നെ ഹൈൻഡായി അല്ല ഹ്യുണ്ടായി എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ ആൾക്കാർ ഹൈൻഡായി എന്നാണ് പറയുക. പിന്നെ ഹോണ്ട, ഇങ്ങനത്തെ പല ഷോറൂമാണ് ഇവിടെ അടുത്തുള്ളത്. അതുമാതിരി തന്നെ ഇഷ്ടംപോലെ ട്രക്കുകളൊക്കെ ഇവിടെ കാണാം. ഹോണടി സഹിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മൾ ഡൽഹിയിലും ഉണ്ടായിരുന്നത്. നോയ്സ് പൊല്യൂഷൻ ഈസ് ടു ദ മാക്സ്. വണ്ടികളിന് യാതൊരു കുറവില്ല, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടെ തന്നെ മെട്രോ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ പോണത്. സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടംപോലെ ഉണ്ട്, കുറേ പട്ടികളും ഉണ്ട് ഇവിടെ, പേടിക്കണം നമ്മൾ. ഇപ്പോൾ ഈ വളവിൽ നിന്ന് നമ്മൾ പോണത് വൈറ്റ് ഫീൽഡിലേക്ക് ഉള്ള റോഡ്. ഇതെല്ലാം വൈറ്റ് ഫീൽഡ് ഏരിയയാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ട്രാഫിക് കണ്ടില്ലേ? ഞാൻ വന്നപ്പോൾ മുതലുള്ള ട്രാഫിക് ഇത്രയുണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് പാമത്, ഈ സ്ട്രീറ്റിലാണ് പാമിൻ്റെ വീട്, ഫ്ലാറ്റ് ആക്ച്വലി. ഇവിടെ റോഡ്, അതിൻ്റെ മുകളിൽ മെട്രോ, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആ ഇത് കണ്ടില്ലേ, ബ്രിഡ്ജ് മാതിരി, അതാണ് റെയിൽവേ ലൈൻ. ഇപ്പോൾ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ബിൽഡിങ് പാമിൻ്റെ ബിൽഡിങ്, അവളുടെ കമ്പനിയുടെ ബിൽഡിങ്. അത് അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടില്ലേ, അത് അവിടുത്തെ സെക്യൂരിറ്റിയാണ്. ഇതാണ് പാമിൻ്റെ ഫ്ലാറ്റ്. ഇത് കമ്പനി വക കൊടുത്താണ് അവർക്ക് അക്കോമഡേഷനും ഇതൊക്കെ കമ്പനി വകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് മാറാമെന്ന് വിചാരിച്ചത് ബേസിക്കലി, കാരണം അത്രയും നമുക്ക് റെൻ്റ് ലാഭം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി താമസിക്കണമെന്ന് പറഞ്ഞാൽ അവളും അവളുടെ ഒരു സ്റ്റാഫ് മെമ്പറും കൂടിയാണ്, അപ്പോൾ രണ്ടുപേരും. അപ്പോൾ ഇവിടെ അവളുടെ ഫ്രണ്ടും പിന്നെ അവിടെ നമ്മുടെ മുറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാണല്ലേ, ഇതൊരു ഹോൾ റൂമാണ് ഇത് ബേസിക്കലി. നല്ല സൗകര്യമുണ്ട് ഇവിടെ എന്നുവെച്ചാൽ ബാംഗ്ലൂരിൽ കിട്ടാവുന്ന സൗകര്യം വെച്ചിട്ട് പിന്നെ ഡൽഹിയിൽ നോക്കി കഴിഞ്ഞാലും നല്ല സൗകര്യം കേട്ടോ. ഇത് ഇവിടുത്തെ റെൻറ്റിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു കിച്ചൺ, ബേസിക്കലി ഇത് പുതിയ സ്റ്റൈൽ കിച്ചൺ മാതിരിയാണ് ഇവരുടെ. ലൈറ്റൊക്കെ എത്രയാണ്, എനിക്ക് ഇവിടുത്തെ ലൈറ്റ് ഇതൊന്നും അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഒന്ന് ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എനിവേസ്, അപ്പോൾ ഇത് കിച്ചൺ. പിന്നെ അതിൻ്റെ ചെറിയൊരു ഏരിയ ഇവിടെ അവരുടെ ഈ വാഷിംഗ് മെഷീൻ പിന്നെ ക്ലോത്ത്സൊക്കെ ഡ്രൈ ചെയ്യാൻ ചെറിയൊരു ഏരിയ അവിടെ ഉണ്ട്.
നല്ല ക്ലീൻ ആയിട്ടുള്ള ഇതൊക്കെ അവർ കൊടുക്കണതാണ്, കമ്പനി കൊടുക്കണതാണ്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ കമ്പനി കൊടുക്കണതാണ് അവർക്ക്. അപ്പം ഇത് ആ കുട്ടിയുടെ മുറി, പിന്നെ ഇത് പാമിൻ്റെ മുറി, ഇവിടുത്തെ ലൈറ്റ് ഇവിടെ. നിങ്ങൾ കാണാം, ഇതാണ്ട ഇത് പാമിൻ്റെ മുറി. സോറി കേട്ടോ, ആകെ ഒരു കച്ചറായിട്ട് എടുക്കണപ്പോൾ നമ്മളൊന്ന് വന്നേണ്ട് ഫുള്ളൊന്ന്. അപ്പോൾ ഇതൊക്കെ കബോർഡൊക്കെ ഇതിൻ്റെ ഒപ്പം ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ മാറ്റുന്നത്. സൗകര്യത്തിന് ഒരു ഫാമിലിക്കുള്ള നല്ലൊരു ഇതാണ്. പിന്നെ ഇതൊരു വാഷ്റൂം, ബേസിക്കലി ഇത് കാണാം, ഒരു വാഷ്റൂം. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വെച്ചാൽ നമ്മൾക്ക് വേറൊരു ഫ്ലാറ്റ് അവർ തരും, ഫാമിലിക്ക് വേറെ ഫ്ലാറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ പാമിൻ്റെ ആ പൊസിഷൻ അനുസരിച്ചിട്ട് അവൾക്കൊരു ഫ്ലാറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് ആ ഫ്ലാറ്റ് കിട്ടുള്ളൂ. അതിന് ഒരു 3-4 മാസം കൂടി എടുക്കും. എന്തായാലും നമ്മൾ ആ സമയം വരാൻ പോകുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ വരാൻ പോകുന്നുള്ളൂ. പക്ഷെ അതിപ്പോൾ ഉറപ്പായിട്ടില്ല, കാരണം പാമൊന്ന് കുറച്ചും കൂടി ഒന്ന് ഹൈക്ക് ചോദിച്ചിട്ടുണ്ട് അവളുടെ സാലറിക്ക് വേണ്ടിയിട്ട്. അത് കിട്ടുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് നല്ലതാണ്. കാരണം ബാംഗ്ലൂർ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. നമ്മൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കൃഷ്ണരാജപുരം ഇവിടുന്ന് എത്ര 500 മീറ്റർ ഉള്ളൂ. ക്യാൻ യു ബിലീവ് ഇറ്റ്? 500 മീറ്റർ ഇവിടെ നടക്കാനുള്ള ദൂരം. പക്ഷെ നമ്മുടെ സാധനങ്ങളും ബാഗും ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ബേസിക്കലി ഊബറിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 65 to 70 റുപ്പീസാണ് ഇത് വരുന്നത് ഓട്ടോന്. പക്ഷേ നമ്മൾ ഊബർ വിളിച്ച് ഓല ട്രൈ ചെയ്ത് എല്ലാവരും ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. ക്യാൻ യു ബിലീവ് ഇറ്റ്? നമ്മൾ വന്ന സമയത്തിലായിരുന്നു രാവിലെ 10 മണിക്ക് നമ്മളെത്തി. അപ്പോൾ അല്ല 9 മണിക്ക് 9:30 നമ്മളെത്തി. അപ്പോൾ 10 മണിക്ക് ഓൾമോസ്റ്റ് നമ്മൾ പുറത്തിറങ്ങി, 9:45 10 മണിക്ക് പുറത്തിറങ്ങി. ഓട്ടോ പുറത്തുള്ള ഓട്ടോകളൊക്കെ ചോദിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് പ്രൈസ് അവർ ചോദിച്ചാൽ 300 രൂപ. മനസ്സിലായ? 500 മീറ്ററിൻ്റെ ഡിസ്റ്റൻസിന് 300 രൂപ. പിന്നെ ചിലർ 250 വരെ വന്നു, 250 കുറവില്ല. പിന്നെ ഭയങ്കര റൂഡുമായിരുന്നു. അപ്പോൾ പാം ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, ഊബറിൽ 65-70 കാണിക്കുള്ളൂ, നിങ്ങളെന്ത് 300 250 ചോദിക്കുന്നു. അയാളങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറയും, അമ്മ പാപ്പ ഊബറിൽ കിട്ടിയാൽ നന്നായി, നിങ്ങൾക്ക് നോക്കാം നമ്മൾക്ക് കിട്ടുമെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആ ചൂടായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വിച്ച് ഈസ് റിയലി നോട്ട് നൈസ്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഇങ്ങനത്തെ സംഭവം നമ്മൾ ഡൽഹിയിൽ കണ്ടിട്ടില്ല, നമ്മളെ കേരളത്തിൽ ഒട്ടേ ഇല്ല. കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ തല്ലുപിടിക്കാൻ പോവാത്ത ആൾക്കാരാണ് നമ്മൾ കേരളത്തിൽ. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും ആൾക്കാർ. ഇതങ്ങനെയല്ല, ഇത് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. ഒരാളെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവും ആളുടെ ടെമ്പറമെൻറ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് ഒരാൾ മാത്രമല്ല, 2-3 ആൾക്കാർ അങ്ങനത്തെ ഒരു ടെമ്പറമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കർണാടക ആൾക്കാരെ പറ്റി പറഞ്ഞല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത് ഇവിടെ, ഈവൻ ഓട്ടോ ഡ്രൈവേഴ്സ് വരെ. അപ്പോൾ ആ സ്ട്രെസ്സുള്ള ലൈഫ് വേണോ വേണ്ടയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോക്കുന്നത്. കാരണം നമ്മൾ ആ സ്ട്രെസ്സുള്ള ലൈഫിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഈ ഒരാഴ്ച കേരളത്തിൽ നിന്ന് നോ മാറ്റർ വാട്ട് മഴ പെയ്യുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും മഴ പെയ്തിരുന്നെങ്കിലും ആ പീസ്ഫുൾനെസ് ഉണ്ടല്ലോ, എന്താ കാംനെസ് നമുക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിൽ, ദാറ്റ് വാസ് ഡിഫറെൻറ്റ്. ആൻഡ് ഐ എം സീക്കിംഗ് ദാറ്റ്, നോട്ട് ദിസ്. ഇത് എനിക്ക് പറ്റൂല, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ബാംഗ്ലൂരിൽ ഇത് ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് തന്നെ ഭയങ്കരമായിട്ട് എനിക്കൊരു ഇതായിപ്പോയി. ഐ എം നോട്ട് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻസ്. പക്ഷേ നമ്മൾക്ക് നോക്കാം. വരുന്ന ദിവസം ഞാനിപ്പോൾ ഇവിടെ ഒരു 3-ാം തീയതി വരുന്നുണ്ട്. നമുക്ക് 3-ാം തീയതി എനിക്ക് ട്രെയിൻ ഉള്ളത് യശ്വന്ത്പൂർ സ്റ്റേഷനിൽ നിന്ന്. ഇനി അതും കൂടിയും കണ്ടറിയണം ഇവിടുന്ന് യശ്വന്ത്പൂരിലേക്ക് എത്ര പൈസയാവും, ടാക്സിയിൽ പോകണോ നമ്മൾക്ക്. കാരണം ബാംഗ്ലൂർ ഈസ് ഡാം എക്സ്പെൻസീവ് ഫോർ കമ്മ്യൂട്ടിങ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കണം. അപ്പോൾ ഈ 3-ാം തീയതി വരെയുള്ള എൻ്റെ സ്റ്റേ ഇവിടെ, ഹൗ am I going to cope up with it, what I'm going to analyze it, അതായിരിക്കും ഈ 10 ദിവസത്തെ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് തരാൻ പോണത്. സോ ലെറ്റ് സി. നാളെ മുതൽ നമുക്കൊന്ന് പുറത്തിറങ്ങാം. ഇന്ന് കുറച്ചൊന്ന് ഇവിടെ ഈ ഏരിയ മാത്രം ഒന്ന് ലോക്കൽ ചെയ്യാൻ നടക്കാനിറങ്ങിയതാ. നാളെ മുതൽ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കാം. ആൻഡ് ലെറ്റ് സി ഹൗ വി ക്യാൻ mingle with the locals here, and we can find out about this സ്റ്റേറ്റ് ആൻഡ് ദി സിറ്റി. ഗായ്സ്, എനിക്കിവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉണ്ട് ഇവിടെ വയർലെസ് ഇല്ല ഇവരുടെ റൂമിൽ. കാരണം ഇവരിവിടെ ഇരിക്കാറില്ലല്ലോ, അവരുടെ ഓഫീസിലുണ്ട്. അപ്പോൾ അവരിവിടെ വയർലെസ് ഒന്നും വെപ്പിച്ചിട്ടില്ല. ഇവിടെ എൻ്റെ സ്പീഡ് നോക്കിയാൽ എൻ്റെ വീഡിയോസ് പോലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല.
സ്പീഡ് ടെസ്റ്റിൻ്റെ ഒരു ഇതടിച്ചിട്ട് ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേരമായെന്നറിയോ. ഇത് കണ്ടിട്ട് എൻ്റെ മൊബൈലിൻ്റെ ഡേറ്റ വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുക 5G. ജിയോൻ്റെ സ്പീഡ് നോക്കിവിടെ എന്നുവെച്ചാൽ ഈ റൂമിൻ്റെ ഉള്ളിലും 5G കിട്ടണില്ല എനിക്ക്. അപ്പോൾ 4Gയുടെ ഞാൻ പിന്നെ വേറൊരു പ്ലാൻ മേടിച്ചിട്ട് അൺലിമിറ്റഡ് പ്ലാൻ മേടിച്ചിട്ട് ഞാൻ ചെയ്യണം, അതും കിട്ടുന്നുണ്ട്. ഇത് കണ്ട കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം. ഇപ്പോൾ സ്പീഡ് നോക്കട്ടെ, ഇത് കണ്ട എങ്ങനെ അപ്ലോഡ് ചെയ്യാനാണ്. ഇത് ഡൗൺലോഡാണ്. ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കിയോ എത്ര സ്പീഡെന്ന്. ഷോ ഇത്രയും മോശം. എനിക്കൊന്ന് പുറത്ത് പോയിട്ട് എനിക്കിത് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്ക് ആക്കിയിട്ട് പിന്നെ പുറത്ത് പോയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്ത് തിരിച്ചു വരണം. ഇത് കണ്ടോ 2 Mbps. എങ്ങനെ അതുമില്ല ഇപ്പോൾ 1.9492. അപ്പോൾ ഇനി ബാംഗ്ലൂരുള്ളത് ഞാൻ ഇനി ഫുൾ HD മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ ഗൈസ്. എനിക്ക് 4K ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സമയത്തിന് കിട്ടൂല. ഇത് കണ്ട ഡൗൺലോഡ് 14.98ഉം അപ്ലോഡ് 1.73. ഇത് പാമിൻ്റെ ഫ്ലാറ്റിലുള്ള കേട്ടോ, 5G കിട്ടണില്ല ഇവിടെ. അപ്പോൾ എനിക്ക് ബേസിക്കലി ഈ 2-3 ദിവസത്തെ ഷൂട്ട് ഞാൻ ചെയ്തത് 4Kയിൽ ഷൂട്ട് ചെയ്ത് ഐ ഹാവ് ടു അപ്ലോഡ് ദാറ്റ് ഇൻ ഫുൾ HD 1080p. അൺഫോർച്ചുനേറ്റ്ലി വേറൊരു വഴിയില്ല, കാരണം ഇവിടെ വയർലെസ്സും ഇല്ല. അത് എനിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മൊബൈലിലാക്കിയിട്ട് പുറത്ത് പോയിട്ട് 5G ഉള്ളിടത്ത് ചെന്നിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം 5G അൺലിമിറ്റഡ് ആയി ജിയോൻ്റെ.